സെക്രട്ടേറിയറ്റിന് മുന്നിൽ കേരള ആശാ ഹെൽത്ത് വർക്കേഴ്സ് അസോസിയേഷൻ നടത്തുന്ന സമരം 18ാം ദിവസത്തിലേക്ക്. ഓണറേറിയം വർദ്ധിപ്പിക്കുക, വിരമിക്കൽ ആനുകൂല്യങ്ങൾ നൽകുക എന്നിങ്ങനെ വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് ആശാ വർക്കർമാർ സമരം നടത്തുന്നത്. ആശാ സഹോദരിമാർക്ക് പിന്തുണ പ്രഖ്യാപിച്ചുകൊണ്ട് ആശാ വർക്കർമാർക്കെതിരെ സർക്കാർ ഇറക്കിയ ആനുകൂല്യങ്ങൾ കത്തിച്ച് പ്രതിഷേധിക്കാനാണ് KPCC നിർദ്ദേശം നൽകിയിട്ടുള്ളത്. മണ്ഡലം കമ്മിറ്റികളുടെ നേതൃത്വത്തിൽ എല്ലാ പഞ്ചായത്തുകളുടെ മുന്നിലും ഇന്ന് പ്രതിഷേധം സംഘടിപ്പിക്കും. വിവരങ്ങളുമായി ദേവികയുണ്ട്. ദേവിക, ശക്തമായ സമരവുമായി മുന്നോട്ട് പോകാൻ തന്നെയാണ് ആശാ വർക്കർമാരുടെ തീരുമാനം. ഈ സമരത്തിലുടനീളം അവർക്ക് നിരവധി ആക്ഷേപങ്ങളെല്ലാം സഹിക്കേണ്ടി വന്നു. എന്നാൽ അതെല്ലാം സഹിച്ചുകൊണ്ട് അവരുടെ ആവശ്യങ്ങൾ എല്ലാം ലഭിക്കുന്നവരെ സമരവുമായി മുന്നോട്ട് പോകാൻ തന്നെയല്ലേ അവരുടെ തീരുമാനം? ഗോപിക, 18 ദിവസമായി ഈ സെക്രട്ടേറിയറ്റ് പടിക്കൽ ആശാ വർക്കർമാർ സമരമിരിക്കുകയാണ്. ഇവർ സമരവുമായി മുന്നോട്ട് പോകുമ്പോൾ ഇതിനെ എതിർക്കാനുള്ള ഇടപെടലുകളും നിലപാടുകളുമാണ് സർക്കാരിൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നത്. നമ്മളോടൊപ്പം ആശാ വർക്കേഴ്സ് അസോസിയേഷൻ്റെ ഭാരവാഹി കൂടി ചേരുന്നുണ്ട്. ചേച്ചി, 18 ദിവസമായി ഇവിടെ സമരമിരിക്കാൻ തുടങ്ങിയിട്ട് നിയമസഭാ സമ്മേളനം 3-ന് തുടങ്ങാനിരിക്കുകയാണ്. സമരപരിപാടി എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകാനാണ്? ഞങ്ങളിവിടെ രാപ്പകൽ സമരം തുടരും. 3-ാം തീയതി നിയമസഭാ മാർച്ച് തീരുമാനിച്ചിട്ടുണ്ട്. കേരളത്തിലെ എല്ലാ ആശാ വർക്കർമാരോടും മഹാസംഗമത്തിന് എത്തിച്ചേർന്നതുപോലെ ഇവിടെ എത്തിച്ചേരാൻ ആവശ്യപ്പെട്ടിട്ടുണ്ട്. കൂടാതെ നമ്മളെ ഇന്നുവരെ ഈ 18 ദിവസത്തിനുള്ളിൽ നമ്മളോട് പിന്തുണ അറിയിച്ച്, ഐക്യദാർഢ്യം അറിയിച്ച് ധാരാളം സംഘടനകൾ, അത് രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളും അതല്ലാത്ത സാമുദായിക സംഘടനകളും അടക്കം ധാരാളം സംഘടനകൾ വന്നിട്ടുണ്ട്, വ്യക്തികൾ വന്നിട്ടുണ്ട്. അവരെല്ലാം നമ്മൾ ആ 3-ാം തീയതിയിലത്തെ പരിപാടിയിലേക്ക് ക്ഷണിച്ചിട്ടുണ്ട്. CIT ഒരു ബദൽ സമരം പ്രഖ്യാപിച്ചിട്ടുണ്ടല്ലോ. സമരം നടക്കട്ടെ, ഞങ്ങൾക്ക് അതിൽ സന്തോഷമേ ഉള്ളൂ. കാരണം അതും ആശമാർക്ക് വേണ്ടിയിട്ടാണല്ലോ. നടക്കട്ടെ. ഇപ്പോൾ സർക്കാരിൻ്റെ ഭാഗത്തു നിന്നും അനുകൂലമായിട്ടുള്ള നിലപാടൊന്നും ഇതുവരെ ഉണ്ടാവുന്നില്ല. ഇന്നലെ എളമരം കരിയും ഉൾപ്പെടെ ഈർക്കിലി പാർട്ടിയാണ് ഇത്തരത്തിലൊരു സമരവുമായി മുന്നോട്ട് പോകുന്നത്. അനേകം വിമർശനങ്ങൾ വരുന്നുണ്ട്. പക്ഷേ അതോടൊപ്പം അനേകം പേരാണ് നിങ്ങൾക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച് ഈ സമരവേദിയിലേക്ക് എത്തുന്നത്. ഇതിനെല്ലാം എങ്ങനെയാണ് നോക്കുന്നത്? നമ്മുടെ പിന്തുണ ഓരോ ദിവസം കഴിയുന്തോറും ഏറി വരികയാണ്. അത് വ്യത്യസ്ത തൊഴിൽ വിഭാഗങ്ങളിൽ പെടുന്ന ആളുകൾ ഉൾപ്പെടെ, അത് ഓർഗനൈസ്ഡ് സെക്ടറാണേലും അൺഓർഗനൈസ്ഡ് സെക്ടറാണേലും ആളുകളെല്ലാം ഇവിടെ വന്ന് പിന്തുണ അറിയിക്കുന്നുണ്ട്. രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളുണ്ട്, വ്യക്തികളുണ്ട്, അറിയപ്പെടുന്ന പ്രമുഖരുണ്ട്. അതുകൂടാതെ വ്യത്യസ്ത തൊഴിൽ വിഭാഗങ്ങളിൽ പെടുന്ന ആളുകൾ ഇവിടെ വന്ന് പിന്തുണ അറിയിച്ച് ഈ സമരം എല്ലാം നേടിയിട്ടേ തിരിച്ചു പോകാവൂ എന്ന് നമ്മളോട് അവർ റിക്വസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. സമരം ശക്തമായിട്ട് മുന്നോട്ട് പോകും. അതിനെതിരെ വരുന്ന പലതരത്തിലുള്ള ആക്രമണങ്ങളുണ്ട്. അതൊന്നും നമ്മളെ ബാധിക്കുന്നില്ല. നമുക്ക് അവകാശവാദവുമില്ല. നമ്മളാണ് എല്ലാം ചെയ്യുന്നത്, നമ്മളിലൂടെ നേടിയെടുക്കുക, അങ്ങനെയുള്ള അവകാശവാദവും ഞങ്ങൾക്കില്ല. ഞങ്ങൾക്ക് വലിയ പിന്തുണ കിട്ടുന്നുണ്ട്. അത് ഞങ്ങളുടെ സമരത്തിന് വലിയ ഊർജം നൽകുന്നുണ്ട്. പ്രത്യേകിച്ചും വ്യത്യസ്ത തൊഴിൽ മേഖലയിൽ ഉള്ള ആളുകൾ, തൊഴിലാളികൾ അത് നമ്മൾക്ക് നൽകുന്ന പിന്തുണ എന്ന് പറഞ്ഞാൽ അത് വളരെ വലിയൊരു ഊർജം നമ്മുടെ സമരത്തിന് നൽകിക്കൊണ്ടിരിക്കും. തിരികെ സർവീസിലേക്ക് പ്രവേശിക്കാൻ വേണ്ടിയിട്ട് സർക്കാരിൻ്റെ ഭാഗത്തു നിന്ന് സമ്മർദ്ദം അത് ഉണ്ടാകുന്നുണ്ട്. NHM ഡയറക്ടറുടെ ഉത്തരവ് കഴിഞ്ഞ ദിവസം വന്നിട്ടുണ്ട്. പക്ഷേ അതിനകത്തൊരു ഒരു ഡെമോക്രാറ്റിക് കൺട്രിയിലല്ലേ നമ്മൾ ജീവിക്കുന്നത്. അപ്പോൾ അതിൻ്റേതായ ചില ചിട്ടവട്ടങ്ങളും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. ശരിയാണ്, ഏതൊരു തൊഴിൽ മേഖലയിലും സമരം ഉണ്ടാകുമ്പം ആ സമരത്തിനെതിരായിട്ടുള്ള നിലപാടുകൾ ഭരണ സംവിധാനം ഏർപ്പെടുത്തും. ഇപ്പോൾ സർക്കാർ ഉദ്യോഗസ്ഥർ സമരം പ്രഖ്യാപിച്ചാൽ എസ്മ ഉപയോഗിക്കും എന്നൊക്കെ പറയാറുണ്ടല്ലോ, അങ്ങനെ പ്രയോഗിക്കാറുമുണ്ട്. അപ്പോൾ അങ്ങനെയൊക്കെ ഉണ്ടാവും. പക്ഷേ അത് സമരത്തെ നിന്നും പിന്തിരിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള നടപടികളാണ്. ഇതൊന്നും കണ്ട് സമരത്തിൽ നിന്നും പിന്തിരിയില്ല എന്നാണ് ഇവിടെ വന്ന് നിൽക്കുന്ന ആശമാർ പറയുന്നത്. ഇന്നലെ ശിവരാത്രി ദിവസമായിരുന്നു, അവധിയായിട്ടുള്ള ദിവസം. പക്ഷേ ഇന്നലെയും വിളിച്ച് സർവീസിൽ കയറാൻ, ജോലിയിൽ പ്രവേശിക്കണമെന്ന് ഭീഷണിപ്പെട്ടു. അങ്ങനെ ഭീഷണിയല്ല, NHM ഡയറക്ടറുടെ ഓർഡറാണല്ലോ. ആ ഓർഡർ നടപ്പാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് പ്രാദേശിക തലത്തിലുള്ള ചില അത്തരത്തിലുള്ള ജോലിക്ക് കയറണം എന്നൊക്കെയുള്ള ചില നിലപാടുകൾ വരുന്നതായിട്ട് അറിയുന്നുണ്ട്. പക്ഷേ അതിനെല്ലാം അതിജീവിച്ച് ആശാവർക്കർമാർ നിൽക്കുകയാണ് നല്ല ആത്മധൈര്യത്തോടുകൂടി. അതുതന്നെയാണ് ഗോപിക ഇവർക്ക് പറയാനുള്ളത്. 18 ദിവസമായി ഇവർ ഈ കടുത്ത വേനൽ ചൂടിനെ അവഗണിച്ചുകൊണ്ട് ഇത്തരത്തിൽ ഈ സെക്രട്ടേറിയറ്റ് പടിക്കൽ അവരുടെ ആവശ്യങ്ങൾ ഉയർത്തിക്കൊണ്ട് സമരം തുടങ്ങിയിട്ട് വിവിധ സംഘടനകളും രാഷ്ട്രീയ പാർട്ടികളുമൊക്കെ ഇവർക്ക് ഈ സമരത്തിൻ്റെ പല ഘട്ടങ്ങളിലായി ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച് ഈ സമരവേദിയിലേക്ക് എത്തിയിരുന്നു. എന്തായാലും ഇവരുടെ ആവശ്യങ്ങൾ അംഗീകരിക്കും വരെ ഇവർ ഈ സമരപരിപാടിയുമായി മുന്നോട്ട് പോകാൻ തന്നെയാണ് തീരുമാനിച്ചിട്ടുള്ളത്. ഗോപിക.
എന്തായാലും അടിസ്ഥാന ആവശ്യങ്ങൾ പോലും ചർച്ച ചെയ്യാനോ അംഗീകരിക്കാനോ സർക്കാർ തയ്യാറാകാത്ത ഈ ഒരു സാഹചര്യത്തിൽ സമരം കടുപ്പിക്കാനുള്ള തീരുമാനത്തിലാണ് ആശാ വർക്കർമാർ. ദേവികയാണ് വിവരങ്ങൾ പങ്കുവച്ചത്.